ഇപ്പോൾ മാർക്കറ്റിൽ പലതരം മാട്രസ് അവൈലബിൾ ആണ്. ഓർത്തോ മാട്രസ് ഉണ്ട്, അല്ലെങ്കിൽ റെഗുലർ മാട്രസ്, കമ്പനീസിൻ്റെ മാട്രസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരാൾ മാട്രസ് ചൂസ് ചെയ്യണത് നമ്മൾ നേരെ കിടക്കുമ്പോൾ ഫുൾ ബോഡിക്ക് സപ്പോർട്ട് ഇരിക്കണം. ഭയങ്കര ഹാർഡായിട്ടുള്ള മാട്രസ് ആണെങ്കിൽ നമ്മുടെ ഷോൾഡറിനും ബാക്കിനും ഇവിടെ മാത്രമേ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ, മിഡ് ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ നടുവിന് സ്ട്രെയിനാണ്. കിടക്കുമ്പോൾ എല്ലാ ഫുൾ ബോഡിക്ക് സപ്പോർട്ടുള്ളൊരു മാട്രസ്സായിട്ട് ഫേം ആയിരിക്കണം. ഭയങ്കര ഹാർഡാകാൻ പാടില്ല. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുന്ന മാട്രസ് മേടിക്കരുത്. സോഫ്റ്റായിട്ടുള്ള മേടിച്ച് കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകും. ഭയങ്കര ഹാർഡാകുമ്പോഴും ബാക്കിന് സ്ട്രെയിനാണ്. കുറച്ച് ഫേമായിട്ട് സപ്പോർട്ടായിട്ടുള്ള മാട്രസ് നിങ്ങൾ തന്നെ കിടന്ന് നോക്കിയിട്ട് മേടിക്കുന്നതാണ് നല്ലത്. സ്പ്രിങ് മാട്രസ് ബാക്ക് പെയിനുള്ളവർ കൂടുതൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവില്ല, അൺഈവൻ സപ്പോർട്ടായിരിക്കും. പിന്നെ പ്രഷർ പോയിൻറ്റ്സും ചില പർട്ടിക്കുലർ പോയിൻറ്റ്സിലായിട്ടാണ് കൂടുതൽ പ്രഷറും വരുന്നത്. പിന്നെ ഓവർ ദ ടൈം സ്പ്രിങ് മാട്രസ് കുറച്ച് സാഗ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴും നടുവിന് സ്ട്രെയിനാണ്. നിങ്ങൾ ബാക്ക് പെയിൻ ഉള്ളവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള മാട്രസ് ഡയറക്റ്റായിട്ട് മേടിക്കരുത്. പല കമ്പനീസും ട്രയൽ ബേസിസിൽ തരും. നിങ്ങൾ നോക്കിയിട്ട് ട്രയൽ ബേസിസിൽ ഫ്യൂ ഡേയ്സ് കിടന്ന് നോക്കി കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം മേടിക്കണം. അങ്ങനെ ചൂസ് ചെയ്യേണ്ടത് ബെസ്റ്റ്.